ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആംപ്ലിഫയർ, അതായത് സറൗണ്ട് ആംപ്ലിഫയർ അഴിച്ചിട്ട് ഉള്ളൊരു കലക്കൻ റിവ്യൂ പറയുമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ആംപ്ലിഫയറിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട. അപ്പോൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ അഴിച്ചിട്ടുണ്ട്. ആംപ്ലിഫയർ നമ്മൾ സൂപ്പറായിട്ട് അഴിച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ഉള്ളാണ് നമുക്ക് കാണുന്നത്. പിന്നെ വരുന്നതാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ആംപ്ലിഫയറിൽ, അതായത് നല്ല ആംപ്ലിഫയറിൽ വേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതാണ് ഇതിന് വേണ്ട മെയിൻ സാധനം. പിന്നെ ഇതാണ് ബോർഡ് വന്നേക്കണം കേട്ടോ. ഇത്രയും വലിയൊരു ബോർഡാണ് ഇതിനകത്ത് വന്നേക്കണത്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടൊരു കൂളിംഗ് ഫാൻ. പിന്നെ സ്പീക്കർ ഔട്ട്, പിന്നെ ഇത് കൺട്രോളർ, അതായത് DVD, TV അതുപോലുള്ള കൺട്രോളർ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന് വേണ്ടി വന്നേക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ്. 2 പേർ വെച്ച് 4 എണ്ണം, അങ്ങനെയാണ് സബിന് വന്നേക്കണ ട്രാൻസിസ്റ്റർ. അത് സാധാരണ ട്രാൻസിസ്റ്റർ അല്ല, അത്യാവശ്യം നല്ല വലിയ ട്രാൻസിസ്റ്ററാണ് വന്നേക്കണത്. പിന്നെ അപ്പുറത്തായിട്ട് 6 ചെറിയ ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് സ്പീക്കറിന് വേണ്ടി ചെറിയ ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ചെറിയ ട്രാൻസിസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അത് ഹീറ്റിംഗ് ഓയിലാണ് സെറ്റ് ചെയ്തേക്കണത്. അതായത് ഹീറ്റ് ആവുമല്ലോ, അപ്പോൾ ഹീറ്റിംഗ് ഓയിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇതിന് വേണ്ടി കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്തേക്കണം. കണ്ടിട്ട് ഇത്ര നല്ലൊരു ബോർഡാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ സപ്ലൈ ഈ ബോർഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, വലിയൊരു ഇത് കണ്ടില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ വരുന്നതാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ആംപ്ലിഫയറിൽ, അതായത് നല്ല ആംപ്ലിഫയറിൽ വേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയറിലോട്ട് ആ കംപ്ലയിൻറ്റ് ബാധിക്കില്ല. അതുപോലെ തന്നെ ആംപ്ലിഫയർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സബിലേക്കും ബാധിക്കില്ല. അങ്ങനെ ഉള്ള കംപ്ലയിൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഉള്ള ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് ഒരു യമണ്ട സാധനം ആണെങ്കിൽ പറയാം. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ കണ്ടില്ലേ, ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഉള്ള കൺട്രോളറിൻ്റെ സെക്ഷൻ വന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡും അതിലുള്ള എല്ലാ ബോർഡുകളും മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു സെക്ഷനിൽ തന്നെ, നേരത്തെ കണ്ട ഒരു സെക്ഷനിൽ തന്നെയാണ് ബാക്കി എല്ലാ ബോർഡുകളും സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ മാത്രം ബാക്കി എല്ലാ ബോർഡും സെറ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് തന്നെയാണ്. പിന്നെ ട്രാൻസ്ഫോമർ കണ്ടില്ല, അത്രയുള്ള വലിയ ട്രാൻസ്ഫോമറാണ് വെച്ചേക്കുന്നത്. ആ ട്രാൻസ്ഫോമറിൽ നിന്നല്ല എല്ലാത്തിനുള്ള ഔട്ട് കൊടുത്തേക്കുന്നത്, ആ ബോർഡിൽ നിന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതാണ് ചെറിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് നോക്കുമ്പോൾ കണ്ടത്. അല്ലെങ്കിൽ വേറെ ബോർഡ് വെച്ച് എക്സ്റ്റേണലായിട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണ്, അപ്പോൾ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ